ഈ കോർപ്പറേഷനോടൊപ്പമുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നീറ്റ് 2024 എക്സാമിനേഷനിൽ 720 705 മാർക്ക് നേടി വിസ്മയുടെ അടുത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വിസ്മയ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് വിസ്മയ കെ മധു. ഞാൻ ബ്രില്യന്റ് തേവരയിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. ഇതെന്റെ അമ്മ ബിന്ദു, പിന്നെ അച്ഛൻ മധു, ഇത് അനീത്തിയാണ് ഋഷിക, ഇത് അച്ഛന്റെ അമ്മ കനകമ്മ. ഈ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നു? ഒരിക്കലും ഇല്ല. ഞാൻ ജസ്റ്റ് പാസ്സാവണം, ഒരു മെഡിക്കൽ കോളേജിൽ കയറണം, അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ 10 വരെ പഠിച്ചത് ബെത്ലഹേം ദയറ ഹൈസ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മോറക്കാല. പിന്നീടാണ് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയത്. എനിക്ക് അങ്ങനെ MBBS ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്ന് മാത്രമാണ് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. +1 +2 കൂടെ ലോങ് ടേമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ബേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ ക്ലാസ്സുകളും എല്ലാം അവരുടെ ക്ലാസ് തന്നെ ബേസ് ചെയ്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അന്നന്ന് ടോപ്പിക്കുകൾ കവർ ചെയ്യുമായിരുന്നു, ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുമായിരുന്നു. പിന്നെ വേറെ ബുക്കുകളിലേക്കൊന്നും പോവാതെ ഇവിടെ ബ്രില്യന്റിൽ നിന്ന് തന്ന ബുക്കുകൾ തന്നെയായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്തു പഠിക്കുക, അതൊക്കെ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് മോഡൽ സ്കോർ എങ്ങനെയായിരുന്നു? ഈ ഒരു ലെവലിലോട്ട് വന്നിരുന്നു? 700 മോഡലോട് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു? ആദ്യം അത്യാവശ്യം 700ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒരു 650 മുകളിലൊക്കെ സ്കോർ ചെയ്യുമായിരുന്നു. പിന്നെ ഓൾ ടോപ്പിക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ടഫാക്കി കഴിഞ്ഞപ്പോൾ മാർക്ക് കുറഞ്ഞു വന്നു. അങ്ങനെ 700ന്റെ കടന്നിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്തുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതുവരെ ഇപ്പൊ രണ്ടായിട്ട് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ മോഡൽ എക്സാം വരെയും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പഠനം എങ്ങനെയായിരുന്നു? ഇപ്പോ മോഡൽ എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം പോർഷൻസ് ഞാൻ കവർ ചെയ്തായിരുന്നു. പിന്നെ മോഡൽ എക്സാംസ് തുടങ്ങിയപ്പോൾ ഇവര് മീൻസ് ബ്രില്യന്റിൽ നിന്ന് തന്ന ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സും അങ്ങനെ കോമ്പിനേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചാപ്റ്റേഴ്സ് നോക്കുന്നതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരുന്നു തുടങ്ങിയത്. പിന്നെ ബ്രില്യന്റിന്റെ തന്നെ പ്രീവിയസ് ഇയർ അവർ മോഡൽ എക്സാംസിന് നടത്തിയിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ മീൻസ് ബുക്കായിട്ട് കിട്ടുമായിരുന്നു. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യലായിരുന്നു. അതുപോലെ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള സിറ്റുവേഷനും എക്സാം എടുക്കുമ്പോൾ ഉള്ള സിറ്റുവേഷൻ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇനി വരാൻ പോകുന്ന ജൂനിയേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും? എങ്ങനെ ആ ഒരു സമയത്ത് ജീവിക്കാൻ പറ്റും? കൂടുതലായിട്ടും പേടിക്കാണ്ടിരിക്കുക, നല്ല കോൺഫിഡൻസ് വേണം. നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ എന്തായാലും ഇത് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോടോ ഫാക്കൽറ്റീസിനോടോ എല്ലാവരും സംസാരിക്കുക. ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കുക. പിന്നെന്താ, കഷ്ടപ്പെടുക, നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് നമ്മൾ പഠിച്ചിരുന്നു? അല്ലെങ്കിൽ ഉറങ്ങുന്നതിനൊക്കെ ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിരുന്നു? ഒരു ദിവസം എന്തായാലും ഒരു 6-7 മണിക്കൂർ ഉറങ്ങുമായിരുന്നു കറക്റ്റ് ടൈമിൽ. മീൻസ് ഇപ്പോൾ 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ അപ്പം തന്നെ കിടക്കുക. പിന്നെ എണീക്കുന്നതിനും ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോവുക, പിന്നെ പഠിക്കുക, അങ്ങനെ അത് റുട്ടീനായിട്ട് പോയിരുന്നു. എക്സാം കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു അല്ലെങ്കിൽ ചോയ്സ് ചെയ്തിരുന്നോ? ഇപ്പോൾ നമ്മൾ എക്സാംസിൽ തെറ്റിപ്പോയിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ റൂംമേറ്റിനോടോ ഒക്കെ ചോദിച്ച് അത് ക്ലിയർ ആക്കുമായിരുന്നു. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ സാർമാരുടെ അടുത്ത് പോയി, നമ്മൾ ഫാക്കൽറ്റീസിന്റെ അടുത്തൊക്കെ പോയി ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് എന്തിനു പോകണമെന്നൊരു ഡൗട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു വിപിൻ സാറാണ് എന്നെ തേവരയിലേക്ക് വിളിച്ചത്. ജൂലൈ ബാച്ചിലായിരുന്നു ഞാൻ ചേർന്നത്. ഞാൻ L7 ആയിരുന്നു ബാച്ച്. അനില മിസ് ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. മിസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനൊക്കെ, തുറന്ന് സംസാരിക്കാൻ ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു. തേവരയിൽ ഞാൻ സെക്കൻഡ് ഹോം ഹോസ്റ്റലിലായിരുന്നു. അവിടെ മിസ്സുമാര് വാർഡനായിട്ട് നിവ്യ മിസ്സും രശ്മ മിസ്സും അമല മിസ്സൊക്കെ ആയിരുന്നു. എന്താ പറയാ, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാമായിരുന്നു. ജോയിൻ ചെയ്യുമ്പോൾ
സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാനൊരു മെഡിക്കൽ കോളേജിൽ ചേരണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് സീറ്റ് വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മോളി നമ്മള് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റ് ആയിരുന്നല്ലോ. ഇതിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് ബയോളജി ആയിരുന്നു ഇഷ്ടം. പിന്നെ ഫിസിക്സ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനാണെങ്കിലും കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് കെമിസ്ട്രിയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ കാണാപ്പാഠം പഠിച്ച് തലയിൽ വെക്കേണ്ട അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആയിരുന്നു കുറച്ചും കൂടി പാടായിട്ടുണ്ടായിരുന്നത്. അതെ. ക്ലാസ് ഇപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഡൗട്ട് ക്ലിയറൻസിന് ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലായില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാനൊന്നും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2-3 പ്രാവശ്യം സെയിം ഫാക്കൽറ്റിയുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും അവര് നമുക്ക് അങ്ങനെ മടിയൊന്നും കൂടാണ്ട് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തായാലും ആദ്യം പറഞ്ഞ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മ എനിക്ക് 705 മാർക്കുണ്ട്, അങ്ങനെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് എന്നോട് ആദ്യം തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ റിസൾട്ട് വന്നതിന് ശേഷം എന്താണ്? ഭയങ്കര സന്തോഷം. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതുവരെയുള്ള മോളുടെ പഠന കാര്യത്തില് എങ്ങനെയാണ് മറ്റുള്ള അഭിപ്രായം? LKG മുതലേ നന്നായിട്ട് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും. ഡാൻസ് ആണെങ്കിലും പാട്ട്, പടം വര, എല്ലാത്തിലും മുന്നിൽ തന്നെ നിൽക്കുന്ന ആളാണ്. സ്കൂൾ ഫസ്റ്റ് എല്ലാവരും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.